ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ MLA-മാർ നിയമസഭാ ഗേറ്റിന് മുന്നിൽ, നിയമസഭാ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അവർ ഈ നിയമസഭ തുടങ്ങിയിട്ടില്ല, ഇന്നത്തെ ദിവസം ആരംഭിച്ചിട്ടില്ല. അതെ. എന്തായാലും നിയമസഭ ആരംഭിക്കാൻ ഇനിയും സമയം ബാക്കിയാണ്. അതിന് മുൻപ് തന്നെ പ്രതിഷേധം തുടങ്ങി എന്നുള്ളതാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യം. തിരുവനന്തപുരത്ത് നിന്ന് വീണ, അമ്പലം വിഴുങ്ങികൾ എന്ന ബാനറുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഈ സഭ തുടങ്ങാൻ സമയമായിട്ടില്ല, അതിനു മുൻപേ തുടങ്ങി പ്രതിഷേധം എന്നുള്ളതാണ് നമ്മൾ 2-3 ദിവസമായി കാണുന്നുണ്ട്. രാഷ്ട്രീയ നാടകം, നാടകീയമായ പല സംഭവങ്ങളും സഭയിൽ അരങ്ങേറുന്നുണ്ട്. എങ്ങനെയാണിന്ന് പ്രതിഷേധത്തിന്റെ ഒരു ശക്തി? ഹലോ മിസ്റ്റർ CMA എന്നാണ് മുദ്രാവാക്യം. തീർച്ചയായും രാഖി വിനോദ്, ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ സഭാ സമ്മേളനം ആരംഭിച്ചിട്ടില്ല, 9 മണിയോടുകൂടിയായിരിക്കും ആരംഭിക്കുക. എന്നാൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷ MLA-മാരുടെ നേതൃത്വത്തിൽ നിയമസഭാ കവാടത്തിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധ മാർച്ചായി തന്നെയായിരിക്കും ഈ പ്രതിപക്ഷ നേതാക്കൾ സഭയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതായത് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ SIT അന്വേഷണം ശരിയായ ഗതിയിലല്ല, വഴിതെറ്റുന്നു. മാത്രമല്ല, ഇപ്പോൾ പ്രതികളായവർക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം പുരോഗമിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി സമര വേദിയിലേക്ക് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ, അമ്പലം വിഴുങ്ങികൾ, അതുപോലുള്ള ബാനറുകൾ, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായി തന്നെ ശക്തമായ പ്രതിഷേധവുമായാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിലപാടിൽ തന്നെയാണ് തുടരുന്നത്. കൃത്യമായുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള മുദ്രാവാക്യങ്ങളുമുണ്ട്. ആ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായൊരു നിലപാട് തന്നെ, അതായത് അന്വേഷണത്തിന് പിന്നിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ട്. സർക്കാർ തന്നെ ശരിയായ ഗതിയിൽ അന്വേഷണം നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം SIT സംഘത്തിന് ഒരുക്കി കൊടുക്കുന്നില്ല എന്നടക്കം സഭയിൽ ഉന്നയിച്ചിരുന്നു. സഭയിൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ MLA-മാർ നിയമസഭാ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഇവർ ഇനി മാർച്ചായി നിയമസഭയിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. നിയമസഭ തുടങ്ങാൻ സമയമായിട്ടില്ല, അതിനു മുൻപേ തന്നെ പ്രതിഷേധം തുടങ്ങി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം വരും മണിക്കൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.